आज की हिंदी कक्षा में सभी को स्वागत है. इन्नത്തെ हिंदी क्लाസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. महादेवी वर्मा के रेखा चित्र सोना हिरणी. पिछले कक्षा में हमने पढ़ा कि सोना किस प्रकार महादेवी वर्मा से प्यार करती है. उसके बाद हमने पढ़ा कुत्ता और हिरण के अंदर क्या है. कुत्ता स्वामी और सेवक को पहचानती है. वे क्रोध करने पर जाकर छिप जाते हैं, लेकिन हिरण ऐसे नहीं है. वे छिपेंगे नहीं, वे एकटक देखते रहेंगे. महादेवी वर्मा के घर में और कई जानवरों को पालकर रखी थी. गोदुली नाम के बिल्ली, हेमंत वसंत नाम के कुत्ते, फ्लोरे नाम के कुत्ती. पहले वे सोना से क्रोध दिखाते थे, बाद में सोना की दोस्त बन जाते हैं. कई वर्ष के बाद सोना हिरणी यानी सोना हरिण शावक से हरिण बन जाती है. सोना की सबसे अधिक विशेषता उसकी आंख है. इतना ही हम पिछले कक्षा में पढ़े थे. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മഹാദേവി വർമ്മയുമായിട്ട് സോനയുടെ സ്നേഹപ്രകടനം. മഹാദേവി വർമ്മ സോനയ്ക്ക് എത്രത്തോളം വലുതാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ നായ്ക്കളിലും മാനിലുമുള്ള വ്യത്യാസം, യജമാനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ വ്യത്യാസം നമ്മൾ പഠിച്ചു. നായ്ക്കളോട് നമ്മൾ ക്രോധം കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്നേഹം കാണിക്കുകയാണെങ്കിൽ അവർക്കത് വേഗം മനസ്സിലാവും. പക്ഷേ നമ്മുടെ മാനുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർ ക്രോധം കാണിക്കുകയാണെങ്കിലും സ്നേഹം കാണിക്കുകയാണെങ്കിലും ഒരേപോലെയാണ് നമ്മോട് പ്രകടിപ്പിക്കുക. അതുപോലെ മഹാദേവി വർമ്മയുടെ വീട്ടിൽ പുതിയ അതിഥികൾ നേരത്തെ ഉള്ള അതിഥികളാണ്. സോനയെ കൂടാതെ തന്നെ മറ്റ് മൃഗങ്ങളെയും മഹാദേവി വർമ്മ വളർത്തി വെച്ചിട്ടുണ്ട്. ഗോദുലി എന്ന് പറയുന്ന പൂച്ച, ഹേമന്ത് വസന്ത് എന്ന് പറയുന്ന നായ്ക്കൾ, കുത്തി ഫ്ലോറ. അവരുമായിട്ട് നേരത്തെ ചങ്ങാത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സോനഹിരണി വന്നതിന് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരുമായിട്ട് വലിയ ചങ്ങാത്തത്തിലായി. സോനഹിരണിയുടെ വിശേഷത എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണുകൾക്കാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ സോനഹിരണി ഹരിൺ शावक से ഹരിണി ബൻ ജാത്തി. കുഞ്ഞു പ്രായത്തിൽ നിന്ന് മാൻപേടയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സോന. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ചലത്തെ ഹേ ആगे की ओर. आंखें के चारों ओर खींची खज्जल कोर में नीले गोलक और दृष्टि ऐसी लगती थी मानो नीलम के बल्बों में उजली विद्युत का स्फुरण हो. നമ്മുടെ സോനഹിരണിയുടെ കണ്ണുകൾ കണ്ടാൽ കൺമഷി എഴുതിയ പോലെയാണ് മാനുകളുടെ കണ്ണുകൾ. കീഞ്ചി കച്ചൽ എന്ന് പറഞ്ഞാൽ കൺമഷിയാണ്. കോർ എന്ന് പറഞ്ഞാൽ കോണാണ്. കണ്ണിൻ്റെ എല്ലാ കോണിലും കൺമഷി എഴുതിയ പോലെയാണ് നമുക്ക് തോന്നുക. അതുപോലെ നീലെ ഗോലക് ഒരു ദൃഷ്ടി ഏസി ലക്തി. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ണെഴുതിയ പോലെയാണ് നീല നിറത്തിലുള്ള ഗോളാകൃതിയിലുള്ള കണ്ണുകളാണ് മാനുകൾക്ക്. അങ്ങനെ നമുക്ക് തോന്നും. മാനോ നീലം കെ ബൾബോ മേ ഉജ്ജലെ വിദ്യുത് കാ സ്ഫുരൺ. അതുപോലെ ആ കണ്ണുകൾ കണ്ടാൽ നമുക്ക് ഇന്ദ്രനീല
കണ്ണുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നീല നിറത്തിലുള്ള ബൾബിൽ പ്രകാശം കിരണങ്ങൾ പതിച്ചതുപോലെ നമുക്ക് തോന്നും. അപ്രകാരമാണ് മാനുകളുടെ കണ്ണിൻ്റെ പ്രത്യേകത. संभवतः अब उसमें वन तथा स्वजाति का स्मृति संस्कार जगाने लगा था. അങ്ങനെ നമ്മുടെ സോന അവൾക്ക് കാടിനെ പറ്റിയും വനത്തെപ്പറ്റിയും അതുപോലെ സ്വന്തം ജാതിയെ പറ്റിയൊക്കെ ഓർമ്മകൾ വരാൻ തുടങ്ങി, അവളിൽ ഉണരാൻ തുടങ്ങി. കാരണം അവൾക്ക് പ്രായമായി, കുട്ടിത്തത്തിൽ നിന്ന് മുതിർന്ന അവസ്ഥയായി. അതുകൊണ്ട് തന്നെ സ്വന്തം ജാതിയെ പറ്റിയും കാടിനെ പറ്റിയൊക്കെ അവളുടെ സംസ്കാരത്തെ പറ്റിയൊക്കെ അവളിൽ ഉണരാൻ തുടങ്ങി. प्रायः सूने मैदान में वह गर्दन ऊंची करके किसी को आहट की प्रतीक्षा में खड़ी रहती. സൂനെ മൈതാൻ, സൈലൻ്റ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട മൈതാനത്ത് പോയിട്ട് ഗർദൻ ഊഞ്ചി കറക്കി, കഴുത്ത് ഉയർത്തിയിട്ട് കിസിക്ക് ആഹട്ട് की प्रतीक्षा में खड़ी रहती. ആരുടെയെങ്കിലൊക്കെ ശബ്ദം പ്രതീക്ഷിക്കുന്നത് പോലെ അവിടെ പോയിട്ട് നിൽക്കും. वासंती हवा बहने पर वह मूल प्रतीक्षा और अधिक मार्मिक होती. അവളുടെ ഹൃദയം കൂടുതൽ ഹൃദയസ്പർശിയാകാൻ തുടങ്ങി. വസന്തകാലം ആണിപ്പോൾ. വസന്തകാലത്ത് ആ കാറ്റ് അലയടിക്കുമ്പോൾ, അവൾ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം വളരെ സ്പർശിയായിട്ട് മാറുകയാണ്. शैशव के साथियों और उनकी उछल कूद से अब उसका पहले जैसा मनोरंजन नहीं होता था. കുട്ടിക്കാലത്ത് കൂട്ടുകാരുമൊത്ത് ചാടി മറിഞ്ഞ് അവൾ കളിച്ചിരുന്നു. അതുപോലെയല്ല ഇപ്പോൾ. ആ എൻ്റർടൈൻമെൻ്റൊന്നും, ആ മനോരഞ്ജനമൊന്നും ഇപ്പോൾ ഉണ്ടാകാറില്ല. അവൾക്കിപ്പോൾ സ്വന്തം കാടിനെ പറ്റിയും സ്വന്തം കൂട്ടരെ പറ്റിയും ഒക്കെയാണ് ചിന്ത. വസന്തകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മാനുകളെ സംബന്ധിച്ച് വളരെ സന്തോഷം ഉള്ള സമയമാണ്. അതഹ ഉസ്കി പ്രതീക്ഷയ്ക്ക് ക്ഷണ അധിക ഹോത്തേ ജാതേ थे. ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് സമയം ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ സോന. ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ സോന ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈതാനത്ത് പോയിട്ട് ആരെയോ പ്രതീക്ഷിച്ച് കഴുത്തു ഉയർത്തി നിൽക്കുക. इसी बीच फ्लोरा ने बख्तिन की कुछ अंधेरी कोठरी के एकांत कोने में 4 बच्चों को जन्म दिया. ഇതിനിടയിൽ നമ്മുടെ ഫ്ലോറ നമ്മൾ പറഞ്ഞു പട്ടിയാണ്, കുത്തി. നമ്മുടെ മഹാദേവി വർമ്മയുടെ ഇരുട്ട് നിറഞ്ഞ ഒരു റൂമിൽ, ഒരു ഏകാന്തത നിറഞ്ഞ ഒരു കോണിൽ, ഒരു കോണെ എന്ന് പറഞ്ഞ കോർണറാണ്. ഭക്തിൻ എന്ന് പറഞ്ഞാൽ മഹാദേവി വർമ്മയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഫ്ലോറ മഹാദേവി വർമ്മയുടെ ഇരുട്ട് നിറഞ്ഞ ഒരു റൂമിൽ 4 മക്കൾക്ക് ജന്മം കൊടുക്കുകയുണ്ടായി. और वह खेल के संज्ञों को भूलकर अपने नवीन सृष्टि के संरक्षण में व्यस्त हो गई. അങ്ങനെ സോന ഇതറിയുകയും സോന പിന്നെ തൻ്റെ കൂട്ടുകാരെ കൂടെ കളിക്കുന്നതൊക്കെ മറന്ന് ഈ പുതിയ നവീന സൃഷ്ടിക്ക് സംരക്ഷണം, ഈ പുതിയ സൃഷ്ടിയുടെ, ഈ പട്ടിക്കുട്ടികളുടെ സംരക്ഷണം, അതിൽ ബിസിയായി. വ്യസ്ത ഹോഗി എന്ന് പറഞ്ഞാൽ ബിസിയായി. एक दो दिन सोना अपनी सगी को खोजती रही. फिर उसे इतने लघु जीवों से गिरा देखकर उसकी
स्वाभाविक चकित दृष्टि गंभीर विस्मय से भर गई. ഒന്ന് രണ്ട് ദിവസം സോന തൻ്റെ കൂട്ടുകാരി ഫ്ലോറയെ വല്ലാതെ അന്വേഷിച്ചു. खोजती रही, अन्वेषिക്കുക. फिर उसे इतने लघु चीज़ों से घिरा देखकर उसकी स्वाभाविक चकित दृष्टि गंभीर विस्मय से भर गई. അവൾ അന്വേഷിച്ച സമയത്ത് നമ്മുടെ ഫ്ലോറ തൻ്റെ മക്കളുമായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. പട്ടിക്കുട്ടികളുമായിട്ട് ലഘു ജീവോം സെ ഗിരാ ദേക്കർ നമ്മുടെ സോനയുടെ സ്വാഭാവിക് ചകിത്, അവൾ ആകെ അമ്പരുന്നു. സ്വാഭാവികമായിട്ട് അവൾ അമ്പരുന്നു. അവളുടെ നോട്ടം, ആ നോട്ടത്തിലും ഒക്കെ ഒരു കൗതുകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവളെ ആകെ വിസ്മയിപ്പിച്ചു ആ 4 കുട്ടികളെ കണ്ടപ്പോൾ, പട്ടിക്കുട്ടികളെ കണ്ടപ്പോൾ. एक दिन देखा फ्लोरा कहीं बाहर घूमने गई है और सोना हफ्तिन की कोठरी में निश्चित लेटी है. ഒരു ദിവസം കണ്ടു ഫ്ലോറ, നമ്മുടെ ആ പട്ടിക്കുട്ടികളുടെ അമ്മ ഫ്ലോറ, സോനയുടെ കൂട്ടുകാരി, പുറത്ത് എവിടെയോ ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോന മഹതി വർമ്മയുടെ റൂമിൽ സൈലൻ്റായിട്ട് കിടക്കുകയാണ്. पिल्ले आंखें बंद करने के कारण चींची करते हुए सोना के उदर में दूध बोझ रहे थे. നമ്മുടെ ഫ്ലോറയുടെ പട്ടിക്കുട്ടികൾ എന്താ ചെയ്യുന്നത്? ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കില്ല. അതുപോലെ നമ്മുടെ പട്ടിക്കുട്ടികളും കണ്ണു തുറന്നിട്ടില്ല. അത് ചീച്ചിമെന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സോനയുടെ ഉദരത്തിൽ പാല് അന്വേഷിക്കുകയാണ്. ദൂത് കോച്ച് രംഗത്തെ ഉദരത്തിൽ. ഇതാണ് കാണുന്നത്. ഫ്ലോറ പുറത്തു പോയ സമയത്ത് ഇതാണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു അമ്മയെപ്പോലെ, ആ കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയെപ്പോലെ അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോന. तब से सोना के नित्य के कार्यक्रम में पिल्लों के बीच लेट जाना भी सम्मिलित हो गया. അന്നു മുതൽ സോന നിത്യവും തൻ്റെ പ്രോഗ്രാമിൽ ഒരു മാറ്റം വരുത്തി. ഈ പട്ടിക്കുട്ടികളുടെ ഇടയിൽ കിടക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. അവളുടെ പ്രോഗ്രാമിൽ ഇതും കൂടി വന്നു ചേർന്നു. സമ്മളിത്ത് പോവുക, ഈ ഒരു പ്രോഗ്രാം കൂടി വന്നു ചേർന്നു. ഈ പട്ടിക്കുട്ടികളുടെ കൂടെ കിടക്കുക, ഇതിനെ സംരക്ഷിക്കുക. आश्चर्य की बात यह थी कि फ्लोरा हेमंत, वसंत या गोधूली को तो अपने बच्चों के पास फड़कने भी नहीं देती थी. ആശ്ചര്യത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്ലോറ ഹേമന്തും വസന്തും അതുപോലെ ഗോധൂലി അവരെ ഈ കുട്ടികളുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് പോലുമില്ല. ഫ്ലോറ നമ്മുടെ ഹേമന്ത്, വസന്ത് അതുപോലെ ഗോധൂലി को तो अपने बच्चों के पास फड़कने भी नहीं देती थी, परंतु सोना के संरक्षण में उन्हें छोड़कर अस्वस्थ भाव से इधर उधर घूमने चली जाती थी. ഹേമന്തിനെയോ വസന്തിനെയോ ഗോധൂലിയോ ഈ പട്ടിക്കുട്ടികളുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ സോനയുടെ സംരക്ഷണത്തിലാണ്, ആ ആശ്വാസത്തിലാണ് നമ്മുടെ ഫ്ലോറ പുറത്തൊക്കെ പോകുക. ഹേമന്ത്, വസന്ത് എന്ന് പറഞ്ഞാൽ കുത്തയാണ്, ഗോധൂലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. മഹതി വർമ്മയുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ്. संभवतः वो सोना की स्नेही और अहिंसक प्रकृति से परिचित हो गई थी. നമ്മുടെ ഫ്ലോറ ഒരു പക്ഷേ സോനയുടെ സ്നേഹവും ആരെയും ഉപദ്രവിക്കാത്ത ആ നേച്ചറും നന്നായിട്ട് അറിയാമായിരുന്നു ഫ്ലോറയ്ക്ക്.
സോനയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. വളരെ സ്നേഹമുള്ളവളാണ്, ആരെയും ഉപദ്രവിക്കാത്തവളാണ്. അതുകൊണ്ടായിരിക്കും ആ കുട്ടികളെയൊക്കെ ഏൽപ്പിച്ച് ഫ്ലോറ പുറത്തേക്ക് പോകുന്നത്. पिल्लों के बड़े होने पर और उनकी आंखें खुल जाने पर सोना ने उन्हें भी अपने पीछे घूमने वाली सेना में सम्मिलित कर लिया. അങ്ങനെ പട്ടിക്കുട്ടികൾ വളർന്നു അവരെയും പട്ടിക്കുട്ടികൾ കണ്ണു തുറന്നതിന് ശേഷം അവരെയും തൻ്റെ സേനയിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ സോന. നമ്മുടെ സോനയുടെ പിന്നാലെ ഓടിക്കളിക്കുന്നത് നമുക്കറിയാം. ബില്ലി, ഗോധൂലി, കുത്തെ, ഹേമന്ത്, വസന്ത്, അതുപോലെ ഫ്ലോറയാണ്. അവരെ കൂടെ നമ്മുടെ ഈ പട്ടിക്കുട്ടികളെ ചേർക്കുകയാണ് സോന. और मानो इस वृत्ति के उपलक्ष्य में आनंदोत्सव मनाने के लिए अधिक देर तक मेरे सिर के आर पार चौकड़ी बरती रही. ഈ ഒരു സന്തോഷത്താൽ ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോന എൻ്റെ തലയ്ക്ക് ചുറ്റുമായിട്ട് കുതിച്ച് ചാടാൻ തുടങ്ങി. ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സന്തോഷത്തിനുണ്ട്. पर कुछ दिनों के उपरांत जब ये आनंदोत्सव पुराना पड़ गया, പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ആ ഉത്സവം, ആ സന്തോഷം. तब उसकी शब्दहीन, संज्ञाहीन प्रतीक्षा की स्तब्ध घड़ियाँ फिर लौटाई. മുമ്പ് നമ്മൾ പഠിച്ചു, സോന मैदानത്ത് പോയിട്ട് सोने मैदान में जाकर गर्दन ऊंची करके किसी की आहट की प्रतीक्षा में खड़ी रहती. उसकी खेल उन्होंने बंद किया था. कूदना, उछलना, कूदना, ये सब बंद किया था. उसी प्रकार वही कार्य अभी लौट आई है. കാരണം അവൾക്ക് അവളുടെ ഉറ്റവരെയൊക്കെ, കാടിനെയും ഉറ്റവരെയൊക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ്. പ്രായമായിരിക്കുകയാണ്. ഇപ്പോഴും അവൾക്ക് വാക്കുകളില്ല, ആക്ഷൻ ഇല്ല, വെറും പ്രതീക്ഷ മാത്രം. उसी वर्ष गर्मियों में मेरा बद्रीनाथ यात्रा का कार्यक्रम बना. അതേ വർഷമാണ് സമ്മർ വെക്കേഷൻ, ഗർമിയോ എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ, എൻ്റെ ബദ്രിനാഥ് യാത്ര, ബദ്രിനാഥ് ക്ഷേത്രമാണ്, അവിടേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നടക്കുന്നത്. तो आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. धन्यवाद.